നമസ്കാരം. മറ്റൊരു കല്യാണ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരും ഞങ്ങൾ കാണാനായിട്ട് ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ വെക്കാൻ പോകുന്നത് ഒരു 1250 പേരുടെ ഒരു കല്യാണ സദ്യയുടെ അവിയലുണ്ടാക്കാനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നേരത്തെ ഞാൻ ഇതിന് ചെറിയ ഇതാക്കിയിട്ടുണ്ട്, പക്ഷേ ഇപ്പം നമ്മൾ ഇത് വിശദമായിട്ട് ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കുന്നത്. അതിനുള്ള കഷ്ണങ്ങളാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 1250 പേര്. അപ്പം ഇതിൽ പ്രധാനപ്പെട്ട കഷ്ണങ്ങളാണ് നമ്മൾ ചേന, ഏത്തയ്ക്ക, പയറ്, വഴുതന, മുരിങ്ങയ്ക്ക, വെള്ളരി, പടവലം, കോവയ്ക്ക, മുരിങ്ങയ്ക്ക എന്ന് വേണ്ട അങ്ങനെയുള്ള കഷ്ണങ്ങളാണ്. ഏകദേശം നമ്മൾ തൂക്കിയാണ് കാരറ്റ്. അപ്പം ഇതിൽ നമ്മൾ തൂക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ പോയി ഒരു 120 കിലോയോളം കഷ്ണമുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി തേങ്ങായ, പച്ചമുളക്, അതിൻ്റെ ജീരകപ്പൊടി ഇതൊക്കെയാണ് ചേർക്കാൻ. ഇനി നമ്മൾ ആദ്യം സ്റ്റൗ കത്തിച്ചു, അതിലേക്ക് ഒരു 2 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചു. സ്റ്റൗ കത്തിച്ച് വെച്ച് വലിയ വാർപ്പാണ്, അതിൻ്റെ അകത്തേക്ക് 2 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് അതിലേക്ക് ഇതിൽ ഞാൻ പയറ് അതിലേക്ക് ഒരു 100 കിലോ മഞ്ഞൾപ്പൊടി ചേർത്തു. ഏകദേശം ഒരു 1/4 കിലോ മിച്ചം ഇനി വന്നേടാ ഒരാൾ ചേനയില്ല ഒരേപോലെ. ഇപ്പം ചേനയില്ല ഇല്ല, ചേനയൊക്കെ നമ്മൾ ഇപ്പം കഷ്ണത്തിൻ്റെ കൂടുതൽ ആദ്യം അങ്ങോട്ട് ചേനയുടെ വെള്ളമൊക്കെ വറ്റാൻ തുടങ്ങി. അപ്പം ചേന അതിലേക്ക് ഞാൻ ബാക്കി കഷ്ണങ്ങൾ കൂടെ ഇടാൻ പോകും. ബാക്കി മുരിങ്ങയ്ക്ക, കാരറ്റ്, വഴുതന, വെള്ളരി, പടവലമുള്ള ബാക്കി കഷ്ണങ്ങൾ ഇത് ലാസ്റ്റ് വേവിന് പെട്ടെന്ന് വേവുന്ന നമ്മുടെ നീളം വഴുതന അതെല്ലാം കൂടെ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കേട്ടോ. അതിലേക്ക് നമ്മൾ ബാക്കി പച്ചമുളക് എടുപ്പ് അടുപ്പിക്കും. പച്ചമുളക് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ തുള്ളി വെള്ളം പോലെ ഒഴിച്ചിട്ട് 2 കിലോ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ഒരു 3/4 കിലോയോളം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത്, ആ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നമ്മളിത് ഇലയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വലിയ ഇതുപോലെ ഇത് കവർ ചെയ്യുന്ന വലിയ അടപ്പുണ്ട്, അതും കൂടെ നമ്മളിട്ട് ഇത് മൂടി വെക്കുകയാണ്. ഇതിൻ്റെ 1ാം ഘട്ട പരിപാടിയാണ് മൂടി വെക്കുക. കഷ്ണം കണ്ടോ, കഷ്ണം നമ്മൾ ഒരു 20 മിനിറ്റ് അരമണിക്കൂറോളമായി. അത് അതിൻ്റെ മുകളിൽ ഇലയൊക്കെ ഒരുമാതിരി വാടി അന്നേരം മുകളിൽ വരെ ആവി വന്നിട്ടുണ്ട് മനസ്സിലായി. അന്നേരം ഇനി ഈ കഷ്ണം ഒന്ന് ഇളക്കി നോക്കും. നിറച്ച് വലിയ വാർപ്പാണ്. ഞങ്ങൾ 1500 പേർക്കുള്ള സദ്യയ്ക്ക് പായസം വെക്കുന്ന വാർപ്പാണ്, വലിയ വാർപ്പാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ള വലിയ പാത്രത്തിലിട്ട് ഇതുണ്ടാക്കിയതാണ്. നമുക്ക് കണ്ട ഇത് ഇളക്കുമ്പോൾ ഇത് പുറത്തോട്ടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം അങ്ങനെയാണ്. അപ്പം ഇത് നല്ലതുപോലെ ഒരു 2-3 തവണ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കിട്ടും. ഇനിയും നമ്മൾ വീണ്ടും പഴയതുപോലെ ഇളക്കി മുഴുവൻ കഷ്ണം അടി കിടക്കുന്ന ആ ചേനയെല്ലാം മുകളിൽ വന്നിട്ടുണ്ട്. അന്നേരം ഈ കഷ്ണം എല്ലാം കൂടെ മിക്സ് ആകാനായിട്ട് ഉള്ളതാണ്. അത് നല്ല കണ്ടപ്പോൾ തുള്ളി വെള്ളം പോലും ചേർത്തില്ല, പക്ഷേ വെള്ളം ഈ കഷ്ണത്തിൻ്റെ വെള്ളമൊക്കെ നമ്മൾ ഈ കഷ്ണമൊക്കെ ഇന്നലെ രാത്രി തന്നെ അരിഞ്ഞ് ഇന്ന് വെളുപ്പിനെ കഴുകി വെച്ചേക്കാണ്. അന്നേരം ഇപ്പം അത് കൊട്ടയ്ക്കകത്ത് കോരി പല പ്രാവശ്യമായിട്ട് വെച്ച് ഇനിയും ഒന്ന് മൂടുക. ഇനി നമുക്ക് അവിയലിൻ്റെ
അവസാന ഘട്ടത്തിലേക്ക് ആദ്യം കുറച്ച് കരിയാപ്പിലേക്ക് വെള്ളം തീർത്ത് പറ്റി അതിൻ്റെ അകത്തേക്ക് കരിയാപ്പിലേക്ക് ജീരകപ്പൊടി, ഇനി ചെറിയ ഉള്ളി കുറച്ച്, ഇനി നമ്മൾ തേങ്ങ ആണ് ചേർക്കാൻ പോകുന്നത്. ചില കാലങ്ങളിൽ പുളിയൊക്കെ ഇതിൽ ചേർക്കാറുണ്ട്. ഇപ്പം തൈരാണ്, തൈര് സദ്യക്കല്ല, ഇപ്പം ഞങ്ങൾ തൈരാണ്. അത് തൈര് ചേർത്താനുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ വീട്ടിലാണെങ്കിൽ ചെറുതായിട്ട് ചെറിയ നമ്മൾ വീട്ടിലാണെങ്കിൽ നോക്കുമ്പോഴാണെങ്കിൽ ഈ തൈര് ചേർക്കാവുന്നതാണ്. അത് നല്ല പെട്ടെന്ന് കേടാകത്തില്ല. അത് ഈ തൈരിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ 10 കിലോ അരി വെച്ചു. ആദ്യം 2 കിലോ വെച്ചായിരുന്നു. ഇനി നമ്മളുടെ 10 കിലോ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു. പരിശുദ്ധമാണ് കേട്ടോ. 10 കിലോ നമ്മൾ ഒഴിക്കുകയാണ്. 10 കിലോ വെളിച്ചെണ്ണ. അവിയലാണ് സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. നമ്മൾ പറയും ഒരു സദ്യക്ക് ഏറ്റവും നന്നായിട്ട് ഇതുപോലുണ്ട്. ചില ആളുകൾ സദ്യയെ പറ്റിയൊക്കെ നല്ലതുപോലെ ആഗ്രഹിക്കുന്ന ആളുകൾ അവിയൽ എങ്ങനെയുണ്ട്, കാളൻ എങ്ങനെയുണ്ട്, സാമ്പാർ എങ്ങനെയുണ്ട്, അതൊക്കെയാണ് പ്രധാനമായിട്ടും നോക്കുന്നത്. അവിയൽ നന്നായെന്ന് പറഞ്ഞാൽ നമ്മൾ സദ്യയുടെ ഒരു 50% രക്ഷപ്പെട്ടു. അപ്പം അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നല്ലതുപോലെ ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ അടിയിലൊക്കെ കരിഞ്ഞ് പിടിക്കാതൊക്കെ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ അത് ഇളക്കി നല്ല ഇനി ഒത്തിരി സമയം വേണ്ട. ഇത് നമ്മൾ ഈ അരപ്പൊന്ന് അതൊന്ന് ചൂടായി വെന്ത് ഒരു അരപ്പ് ഏകദേശം നോക്കാൻ തേങ്ങ മാത്രം ഉപ്പും കൂടെ നൂറിൻ്റെയൊക്കെ എടുത്തോണ്ട് വരാം. അങ്ങനെ ചെയ്തു നമ്മൾ ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ്. അന്നേരം ഇതിൽ അവസാനം ഇനി പല പാത്രങ്ങളിലാണ് വരേണ്ടതൊക്കെ അത് നമ്മൾ ഒരല്പം അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് നല്ല ഇതൊന്ന് മൂടി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു മറ്റൊരു വിവാഹ സദ്യയുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ബെല്ല്